നമസ്കാരം. നിങ്ങളിൽ പലരും ചില കുഞ്ഞു കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടാറും ഇറിറ്റേറ്റഡ് ആകാറും ഉണ്ടോ? ചിലപ്പോൾ നമ്മുടെ മക്കൾ വന്ന് നമ്മളോട് എന്തെങ്കിലും ചോദിക്കുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്തെങ്കിലും ചോദിക്കുന്നു. ആ സമയം പെട്ടെന്ന് നമ്മൾ പൊട്ടിത്തെറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ പറഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിക്കും, എന്നാലും ഞാൻ എന്തിനാണ് ദേഷ്യപ്പെട്ടത്? ചെറിയ കുറ്റബോധമൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്താണ് ഈ ദേഷ്യത്തിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം, ഇതിനെ എങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു ചക്രപാണി. ഞാൻ ലൈഫ് കോച്ചും ഹീലറുമാണ് ആൻഡ് കോ ഫൗണ്ടർ ഓഫ് സ്വസ്തി ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഹബ്ബ്. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ്സിലേക്ക് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പോയിന്റ് എത്തുമ്പോഴത്തേനും ഈ ഗ്ലാസ് ഓവർഫ്ലോ ചെയ്യും, അല്ലേ? ഒരിക്കലും ഇത് ഓവർഫ്ലോ ചെയ്തതിൻ്റെ കാരണം അതിലേക്ക് നമ്മൾ ഒഴിച്ച അവസാന ഡ്രോപ്പ് അല്ല, പിന്നെന്താണ്? ആ ഗ്ലാസ് ഓൾറെഡി ഫിൽഡ് ആയിരുന്നു. അപ്പോൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം ക്ഷീണിക്കുന്നതിനേക്കാൾ കൂടുതൽ ശരീരം പ്രവർത്തിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ മനസ്സെല്ലായ്പ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പല 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 കാര്യങ്ങളാണ് അതിനകത്ത് ഇങ്ങനെ വരുന്നത്. മക്കളുടെ കാര്യം എന്താകും, ഫ്യൂച്ചർ എന്താകും, സാമ്പത്തിക പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ, കരിയറിലുള്ള പ്രശ്നങ്ങൾ. അപ്പം നമ്മളിപ്പോൾ ഒരിടത്ത് വെറുതെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള 1000 കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ മക്കൾ വന്നിട്ട് നമ്മളോട്, അമ്മേ എൻ്റെ ബുക്ക് എന്തേ, അല്ലെങ്കിൽ ഹസ്ബൻഡ് വന്നിട്ട് ഒരു ചായ ഉണ്ടാക്കാൻ പറ്റുമോ, ഇതൊക്കെ ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ദേഷ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തികളോടല്ല, മക്കളോടോ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ ചില മനുഷ്യരോടോ അല്ല. പകരം നമ്മളുടെ മൈൻഡ് ഓൾറെഡി ഫിൽഡ് ആണ്, മനസ്സ് ഓൾറെഡി നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. രണ്ടാമതൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ചില മനുഷ്യരുടെ വാക്കുകളും പ്രവർത്തികളും ഒക്കെ നമ്മളിൽ വല്ലാണ്ട് ഹർട്ട് ഉണ്ടാക്കും, വേദന ഉണ്ടാക്കും. എങ്കിലും നമ്മൾ പലതും പറയത്തില്ല. പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് വിചാരിച്ചിട്ട് പലതും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ സൈലൻ്റ് ആകും. പിന്നീട് ഇത് ആവർത്തിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ പല ഇമോഷനുകളെയും നമ്മൾ സപ്രസ് ചെയ്ത് വെക്കാറുണ്ട്, പല ഇമോഷനുകളെയും നമ്മളിങ്ങനെ അടിച്ചമർത്തി വെക്കാറുണ്ട്. എന്നാൽ ചില നേരങ്ങളിൽ ഒരു കുഞ്ഞു കാര്യം വന്നു കഴിഞ്ഞാൽ പോലും ഇതിങ്ങനെ സപ്രസ് ചെയ്തൊരു ലിമിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് എക്സ്പ്ലോഡ് ചെയ്യും, പൊട്ടിത്തെറിക്കും. അപ്പോൾ നമുക്ക് അപ്പോഴുണ്ടായ ഒരു അനുഭവത്തോടോ അല്ലെങ്കിൽ ആ വ്യക്തിയോടോ ഉള്ള ദേഷ്യമല്ല, അത് കാലങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ സപ്രസ് ചെയ്തിരിക്കുന്ന ഇമോഷനാണ് ഒരു മൊമെൻറ്റിൽ പൊട്ടിത്തെറിക്കുന്നത്. ശരിക്കും എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ? നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരോട് തിരക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത്, അല്ലേ? നമ്മൾ മക്കളെ പറ്റിയിട്ട് മക്കൾക്ക് എങ്ങനെയുണ്ട് എന്ന്, മക്കൾക്ക് എന്താ വേണ്ടത് എന്ന് നമ്മൾ തിരക്കും, നമ്മളുടെ പേരൻസിന് എന്താ വേണ്ടതെന്ന് തിരക്കും, ഹസ്ബൻഡിന് എന്താണ് വേണ്ടത് എന്ന് തിരക്കും. എന്നാൽ നമുക്ക് എന്താണ് ഇപ്പോൾ വേണ്ടത് എന്ന് പലപ്പോഴും നമ്മൾ തിരക്കാറില്ല, നമ്മൾ തിരക്കാറില്ല എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ടൈം നമ്മൾ ഇതുപോലെ കുഞ്ഞു കാര്യങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആകുന്ന സമയത്ത്, കുഞ്ഞു കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്ന സമയത്ത് ഒരു 10 സെക്കൻഡ് പോസ് ചെയ്യുക. അതിനുശേഷം ഒന്ന് ബ്രീത്ത് ചെയ്യുക, ഒന്ന് ഡീപ്പായി ബ്രീത്ത് ചെയ്യുക. അതിനുശേഷം നമ്മളോട് ചോദിക്കുക, എൻ്റെ ഈ ദേഷ്യത്തിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? എനിക്ക് ഈ നിമിഷം എന്താണ് വേണ്ടത്? എനിക്കിപ്പോൾ റെസ്റ്റാണോ വേണ്ടത്? എനിക്കിപ്പോൾ സപ്പോർട്ടാണോ വേണ്ടത്? എനിക്കിപ്പോൾ ഹെൽപ്പാണോ വേണ്ടത്? അതോ എനിക്കിപ്പോൾ ഒറ്റയ്ക്കിരിക്കണോ? അതോ എനിക്ക് ഒന്ന് തുറന്ന് സംസാരിക്കണമോ? നമുക്ക് എന്താണ് വേണ്ടത്? കാരണം പലപ്പോഴും നമ്മളുടെ നീഡുകളെ, നമ്മുടെ ആവശ്യങ്ങളെ ഇഗ്നോർ ചെയ്യുമ്പോഴാണ് അത് പലപ്പോഴും ഇറിറ്റേഷനായും ദേഷ്യമായും പുറമേ വരുന്നത്. സോ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ ഒന്നടയ്ക്കുക. ജെന്റ്ലി ക്ലോസ് യുവർ ഐസ് ആൻഡ് ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി. യെസ്, നിങ്ങളോട് പറയുക, എൻ്റെ ഇമോഷനുകളെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുകയാണ്, എൻ്റെ ഇമോഷനുകളെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഞാൻ എന്നോട് എനിക്കെന്താണ് വേണ്ടത് എന്ന് ഞാൻ ഉറപ്പായും തിരക്കും. എനിക്ക് ഹെൽപ്പാണോ വേണ്ടത്? എനിക്ക് റെസ്റ്റാണോ വേണ്ടത്? ചില നേരങ്ങളിൽ എനിക്ക് ഒറ്റയ്ക്കിരിക്കണമായിരിക്കും, ചില നേരങ്ങളിൽ എനിക്കൊന്ന് തുറന്ന് സംസാരിക്കണമായിരിക്കും, ചില നേരങ്ങളിൽ ഞാനൊരു നോ പറയണമായിരിക്കും. ഞാൻ അതിന് പരിപൂർണമായിട്ടും എന്നെ ഇതാ അനുവദിക്കുന്നു. ഞാനതിന് പരിപൂർണമായും എന്നെ ഇതാ അനുവദിക്കുകയാണ്. ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി. യെസ്, ഞാൻ വർഷങ്ങളായി ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്ന എൻ്റെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ ഇമോഷനുകളെയും ഞാനിതാ എന്നിൽ നിന്നും റിലീസ് ചെയ്യും. യെസ്, ജെന്റ്ലി കം ബാക്ക്.
സോ ഉറപ്പായും നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇറിറ്റേറ്റഡ് ആകുന്ന സമയത്ത്, ദേഷ്യപ്പെടുന്ന സമയത്ത്, ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക അതിൻ്റെ കാരണം നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരല്ല, പകരം ഈ ദേഷ്യത്തിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. നമുക്കൊരുപക്ഷെ ഒരു ഹെൽപ്പ് വേണമായിരിക്കാം, ഒരുപക്ഷെ നമുക്ക് റെസ്റ്റ് വേണമായിരിക്കാം, ഒരുപക്ഷെ നമുക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരാളുമായി ഒന്ന് സംസാരിക്കണമായിരിക്കാം, തുറന്ന് പറയണമായിരിക്കാം. അപ്പോൾ ആ ദേഷ്യത്തിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാവശ്യമുള്ള ഒരാളിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക. താങ്ക് യു സോ മച്ച്.